കർത്താവിൻ്റെ യേശുനാമത്തിന് നദിയോടുള്ള സ്തോത്രം. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും യേശുനാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായൊരു ഗാനമാണ് പാടിയത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധിച്ച ഒരു ഗാനമാണത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും അതിലുണ്ട്. നമ്മുടെ രക്ഷയുടെ ഭദ്രതയെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ ലഭിക്കുന്ന രക്ഷ നിത്യമാണ്, സുഭദ്രമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റോമാലേഖനത്തിലെ പ്രത്യേകിച്ച് ആദ്യത്തെ 2 പ്രധാന ഘട്ടങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3ഉം 4ഉം പ്രധാന ശീർഷകത്തിൽ നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ ശീർഷകമാണ്. ആ 4ാമത്തെ ശീർഷകത്തിലെ 3ാമത്തെ ഉപശീർഷകമാണ് ചിന്തിക്കുന്നത്. 8ാം അധ്യായം. കഴിഞ്ഞ ആഴ്ച 8ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. 4ാമത്തെ ശീർഷകമാണ് നീതീകരണത്തിൻ്റെ സംരക്ഷണം, അല്ലേ? നീതീകരണത്തിൻ്റെ സംരക്ഷണം. 1ാമത്തേത് 6ാം അധ്യായം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 6ാം അധ്യായം. 7ാം അധ്യായം, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 8ാം അധ്യായം, ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതിൻ്റെ 8ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ന്യായവിസ്താരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. 7ാം അധ്യായം പറഞ്ഞു വയ്ക്കുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിച്ച ആ വിധി പ്രസ്താവത്തിൽ നിന്നും ദണ്ഡന വിധിയിൽ നിന്നും നമുക്ക് ആ പുതിയ പ്രമാണത്തിലൂടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 2ാം വാക്യം 8:2. 7ാം അധ്യായം നമ്മൾ കണ്ടു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഒടുവിൽ അത് പറഞ്ഞ് ഒടുവിൽ വരുമ്പോൾ 24ാം വാക്യത്തിൽ പൗലോസ്ലീഹ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് പറയുകയാണ്, എന്താണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിളിക്കും. അപ്പോൾ മരണം വന്നത് എന്തിനാലാണ്? പാപനിമിത്തം. ഏകമനുഷ്യന് പാപവും, പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അപ്പോൾ ഈ പാപത്തിനും മരണത്തിൽ നിന്നുള്ള ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനത്തിൽ നിന്നുള്ള മോചനം ആരിലുണ്ട്? യേശു ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് 1ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. നമുക്കറിയാം, രക്ഷയുടെ 3 കാലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാമല്ലോ, അല്ലേ? ഒരു കാലരക്ഷ എന്താ? അതിന്റെ 1ാമത്തെ കാര്യമാണ് ഇവിടെ 8:1. എന്താ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു. അതാണ് നീതീകരണം. അതിനാണ് നീതീകരണം എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റം ഇല്ലാതെ, കുറ്റക്കാരനല്ല, അല്ലേ? കുറ്റക്കാരനല്ല, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. 2ാമത്തേത് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് വിശുദ്ധീകരണം. അതാണ് 6-7 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 6-7 അധ്യായത്തിൽ വിശുദ്ധീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം ക്രിസ്തുവിനോട് ചേരുന്നതിലൂടെ, ഓരോ ദിവസവും അനുരൂപപ്പെടുന്നതിലൂടെ. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനായി നാം എന്ത് ചെയ്യണം? സ്വയം മരിക്കണം. ക്രിസ്തുവിനോട് അനുരൂപപ്പെടണമെങ്കിൽ സ്വയം എന്ത് ചെയ്യണം? ശരീരം മരിക്കണം, ശരീരത്തെ കൊല്ലണം. ഇതിന്റെ 8ാം അധ്യായത്തിന് 13 പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനാൽ ശരീരത്തിലെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ
ശരീരത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, പിന്നെ ഈ ജഡത്തിന്റെ ചിന്തകൾ, രീതികൾ, ഉദ്ദേശങ്ങൾ, അല്ലേ? ജഡത്തിൻ്റെതായ ഉദ്ദേശങ്ങൾ, രീതികൾ, എന്താണ് ലക്ഷ്യങ്ങൾ, അതിനൊക്കെ എന്ത് ചെയ്യുക? മരിപ്പിക്കുക. അതാണ് വിശുദ്ധീകരണം. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്ന ഘടകമാണ് ഈ 8ാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ എന്താ? രക്ഷിക്കപ്പെടും. അതെന്താണ്? എന്തിൽ നിന്നാണ്? പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും. ഏതാ? വിടുതൽ പ്രാപിക്കും. അതിന് ഭാവികാലം. ആദ്യം പറഞ്ഞത് എന്താ? ഭൂതകാലം. സംഭവിച്ചു കഴിഞ്ഞതാണ്. വി ആർ ബീങ് സേവ്ഡ് ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് സിൻ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു. കുറച്ചുകൂടി കറക്റ്റായ ഇംഗ്ലീഷ് ടെൻസിൽ കറക്റ്റ്. വി ഹാവ് ബീൻ സേവ്ഡ്. എന്താ? പ്രസന്റ് പെർഫെക്റ്റ് ആയി. ശരിയല്ലേ? ആണോ? ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ടെൻസിനേക്കാളും കുറച്ചുകൂടെ ഉറപ്പുള്ളതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്. ശരിയാണോ? ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞു, ഒരു ടീച്ചർ പറഞ്ഞിട്ടില്ല. അത് നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, വിടുതൽ പ്രാപിച്ചു. ഇനി വി ആർ ബീങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാ? അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജഡത്തെ എന്ത് ചെയ്യുന്നു? മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിച്ച് പാപത്തിന്റെ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ പോരാട്ടം നടക്കും. അതാണ് വിശുദ്ധീകരണം. എന്നാൽ ഇതിലെന്തുണ്ട്? പാപമുണ്ട്. പാപത്തിന്റെ സാന്നിധ്യമുള്ള ശരീരത്തിലും പാപസാന്നിധ്യമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ കർത്താവ് നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കും. വി വിൽ ബി സേവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ. ഓക്കെ. അത് ഈ 3 കാര്യവും എവിടെയുണ്ട്? റോമാലേഖനത്തിലുണ്ട്. അതിന്റെ 3, 4, 5 അധ്യായത്തിൽ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മെ വിടുവിച്ച കാര്യവും, 6, 7 അധ്യായത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നമ്മെ വിടുതൽ പ്രാപിക്കുന്നതിന്റെ കാര്യവും, 8ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മെ, അല്ലെങ്കിൽ ഈ ജഡശരീരത്തിൽ തന്നെ നമ്മെ വീണ്ടെടുക്കുന്നതിനെ സംബന്ധിച്ച ഗ്ലോറിഫിക്കേഷൻ. അത് പറഞ്ഞില്ലേ? 1ാം ഭാഗം നീതീകരണം, 2 വിശുദ്ധീകരണം, പാപത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ വിടുവിക്കുന്നതാണത് തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. ആദ്യത്തെ ജസ്റ്റിഫിക്കേഷൻ, ദെൻ സാങ്ക്ടിഫിക്കേഷൻ, ഒടുവിൽ ഗ്ലോറിഫിക്കേഷൻ. നമ്മെ തേജസ്കരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരത്തോട് നമ്മൾ ചെയ്യും. യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും. കർത്താവിനെ പോലെ നാം ആയിത്തീരും. ഫിലിപ്പിലേഖനം 3:21. അതാ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഓക്കെ. അപ്പോൾ 1 മുതൽ 8ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിന്റെ ന്യായവിസ്താരത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം. 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ്? പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 7ാം അധ്യായത്തിൽ പരാജയം, അല്ലേ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരോപിക്കും. അപ്പൊ മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നു. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് പാപത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? ആഗ്രഹം എന്ത് ചെയ്യാനാണ് ആഗ്രഹം? നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലോ പ്രവർത്തിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാത്രേ പ്രവർത്തിക്കുന്നത്. അപ്പൊ പരാജിതനല്ലേ? പരാജിതനാണ്.
എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, ഞാൻ ഉള്ളം കൊണ്ട് 22 വാക്യം, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പാപപ്രമാണത്തിന് അത് എന്നെ എന്ത് ചെയ്യുന്നു? ബദ്ധനാക്കി കളയുന്നു. പരാജിതനാണ്. അങ്ങനെ പരാജിതനായ മനുഷ്യനെ വിജയിപ്പിക്കുന്ന, ജയശ്രീലാളിതനാക്കുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതെന്താണ്? ആ വ്യക്തി സമ്പൂർണമായി സ്വയത്തിൽ നിന്ന് എന്ത് ചെയ്യുക? മുക്തനാകുക. സമ്പൂർണമായ സ്വയാശ്രയം. ജഡത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നല്ല എന്ന് പറയുന്നത്, സ്വയത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു പുതിയ സംവിധാനം വെച്ചത്. എന്താണ് സംവിധാനം? വിശ്വാസം. കൃപയിൽ, ദൈവം ഒരുക്കിയ കൃപയിൽ എന്ത് ചെയ്യാം? വിശ്വസിക്കുക. അതാണ് എബ്രായലേഖനം 11 പറയുന്നത്. എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുണ്ടല്ലോ, വാക്യമുണ്ടല്ലോ. എന്ത് വേണമെന്നോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് വേണമെന്നോ ഓർക്കുന്നുണ്ടോ? ആരാ പറഞ്ഞല്ലോ? വിശ്വാസം, അല്ലേ? വിശ്വാസം കൂടാതെ, 6ാമത്തെ വാക്യം തോന്നുന്നു, 6ാം വാക്യം 11-ന്റെ 6. അപ്പോ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും, വിശ്വാസമാണ് ആദ്യത്തെയും അവസാനത്തെയും മാനദണ്ഡം. എന്തിന്? ദൈവത്തെ. കർത്താവിന്റെ അടുക്കല് ചില ആളുകൾ വന്നിട്ട് ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഇല്ലേ? ചോദിച്ചു. അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു? പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി. വിശ്വാസമാണ്. അവിശ്വാസമാണ് മനുഷ്യനെ പാപിയാക്കി തീർത്തത്, അല്ലേ? എല്ലാ കുഴപ്പത്തിലും കൊണ്ട് ചാടിച്ചതെന്താ? ആദ്യ പാപം അവിശ്വാസമാണെങ്കിൽ അവനെ വീണ്ടും കൃപയിലേക്ക്, സമ്പൂർണതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഏക മാധ്യമം എന്താണ്? വിശ്വാസം. സമ്പൂർണമായ വിശ്വാസം. ഓക്കെ. അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരാൾ അങ്ങനെ ദൈവകൃപയിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി എന്താ സമ്മതിക്കുന്നത്? എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അവിടെ അവന്റെ സ്വയപ്രയത്നത്തിൽ നിന്ന്, സ്വയാശ്രയത്തിൽ നിന്ന് സമ്പൂർണമായി മോചിതനാകുമ്പോൾ ദൈവം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ശക്തീകരിക്കുന്നു. എങ്ങനെ ശക്തീകരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുന്നു. അവന് സാധിക്കാത്ത കാര്യങ്ങളെ അവന് സാധിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ അവനെ സഹായിക്കും. അതാണ് 8ാം അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് വായിക്കും. 4 കഴിഞ്ഞ ചിന്തിച്ച കാര്യങ്ങളെ ഒഴിച്ചത് വായിച്ചു പോകണം. ജഡത്തെ അല്ല, ആത്മാവിന്. 4 വായിക്കും. വായിച്ചേ. 8:4. റോമാലേഖനം 8:4. കണ്ടോ? ന്യായപ്രമാണം നിവർത്തിക്കാൻ ആരെയും കൊണ്ടേ പറ്റുമോ? ന്യായപ്രമാണം നിവർത്തിക്കാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? നമ്മളെ കൊണ്ട് സാധിക്കുമോ? വേണ്ട. പുതിയ നിയമത്തിലെ പ്രമാണങ്ങൾ പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരൊറ്റ അടി ചെയ്തെടുത്ത് തന്നാൽ എന്ത് ചെയ്യും? അവൻ വിവരം അല്ലേ? പക്ഷെ ഇന്ന് അടിച്ചാൽ നമ്മൾ കൊള്ളുന്നത്, നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ, പല കാര്യത്തിന് പോകുമ്പോൾ, നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അല്ല, നമ്മൾ സ്വാഭാവികമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ കഷ്ടവും നഷ്ടവും സഹിക്കുന്നത് എന്തിനാലാണ്? നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കുന്നതിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ട് 4ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്തിനെയല്ല ഫോളോ ചെയ്യുന്നത്? നമ്മിലല്ല, ജഡത്തെ അല്ലെന്ന് പറഞ്ഞാൽ നമ്മിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. പിന്നെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി, ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതി നിവർത്തിക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് പുതിയ നിയമം അതിനേക്കാൾ കഠിനമാണ്. അപ്പോൾ അത് നിവർത്തിക്കാൻ ആളുകൾ ഈസിയായിട്ട് നടക്കുകയില്ല. പറ്റുമോ? പറ്റില്ല. അത് ഓരോന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. അപ്പോൾ അത്
അത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ആര് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. സ്വയത്താൽ സാധ്യമല്ല. നമുക്ക് മുന്നോട്ട് വായിക്കാം. 5. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? ജഡീകരും ആത്മീകരും എന്നാണോ? അല്ല, പ്രാകൃതരും ആത്മീകരും എന്നാണ് അവിടുത്തെ അർത്ഥം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നേരത്തെ ആരായിരുന്നു? ജഡത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ആത്മസ്വഭാവമുള്ളവരായി. എന്തുകൊണ്ട്? നമ്മൾ ആത്മാവിൽ ജനിച്ചു. ആത്മാവിനാൽ ജനിച്ചത് പറഞ്ഞാൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അപ്പോൾ നാം ജഡത്തിൽ മാത്രം ജനിച്ചവരായിരുന്നു. അപ്പോൾ നമ്മിൽ വ്യാപരിച്ച ജഡീക ചിന്തകളും പ്രവൃത്തികളുമായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചു? ആത്മാവിൽ ജനിച്ചു, വീണ്ടും ജനിച്ചു, പുതിയൊരു സ്വഭാവം കിട്ടി. അതാണ് പറയുന്നത് ആത്മിക് ദശ ഓർ ശാരീരിക് ദശ. ആത്മീകമായ ഒരു സ്വഭാവം, ഒരു നമ്മൾ പറയുന്നത് അവൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ആ കിട്ടിയിരിക്കുന്ന ഏതിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത് അത് പറയുന്നത്. അപ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ ആർക്കേ കഴിയൂ? ഈ പരിശുദ്ധാത്മാവ് ഉള്ളവർ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവർക്ക് സാധിക്കൂ. ആ രണ്ട് വ്യത്യാസം, പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. ഓക്കെ, ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് സ്വയാശ്രയമാണ്. അതൊരിക്കലും ദൈവത്തിന് എന്ത് ചെയ്യുന്നില്ല, കീഴ്പ്പെടുന്നില്ല. അതുകൊണ്ട് അത് ദൈവത്തോട് ശത്രുത്വമാണ്. വേഗച്ചെന്ന് പറഞ്ഞു, സ്വയാശ്രയം ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണത്. സ്വയാശ്രയം അത്യുന്നതനും പരമാധികാരിയുമായ സർവശക്തനായ ദൈവത്തിന് ആശ്രയിക്കാതിരിക്കുന്നതാണ് വലിയ പാപം എന്ന് പറയുന്നത്. അവിശ്വാസം. ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും ആശ്രയിക്കുന്ന. അപ്പൊ അതിന് നേരെ വിരുദ്ധമാണ് സ്വയാശ്രയം, ജഡാശ്രയം. അത് ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. മുന്നോട്ട് വയ്ക്കാം. അത് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവർക്കും അതിന്റെ അർത്ഥം ജഡീകർക്കും നല്ല കേട്ടോ. അങ്ങനെ അവർ ഇവരുടെ ദോഷത്തിന്റെ ഇതിൽ അതിന്റെ അർത്ഥം അതാണ്. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരാരാ? അല്ല, 9-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല എന്ന് പറയുന്നത് എന്താ? ആത്മീകരാണെന്നാണ് നമ്മൾ പറയും. ആത്മീകർ ജഡീകർ എന്ന് പറയില്ലേ, അതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എല്ലാ പരിശുദ്ധാത്മാവ് വസിക്കുന്ന എല്ലാവരും ആത്മീകരാണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആരാ ആത്മീകര്? ആത്മീകരാരാ? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണ് ആര്? ആത്മീകര്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ ഉണ്ടായിട്ടും ബാക്കി പറഞ്ഞേ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ആര്? ജഡീകർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ അതാണോ? അല്ല. ഇവിടെ രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടാത്തവരും. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, പിന്നെ ആത്മസ്വഭാവം. നിങ്ങൾ ഒരു പുതിയ സ്വഭാവമുള്ള ആളുകളാണ്. ക്രിസ്തുവിന്റെ ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്നതിന്റെ അർത്ഥം. ഓക്കെ, ഇനി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും ഏത് സ്വഭാവമുണ്ട്? ജഡസ്വഭാവം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് ജഡസ്വഭാവം ഉണ്ട്. അതിനെ അമർച്ച ചെയ്യാനും അതിനോട് പോരാടി അതിനെ തോൽപ്പിച്ച് ആ പരാജയത്തിൽ നിന്ന് വിജയിക്കാനാണ് ആരെ തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ചുമ്മാ കസേരയിട്ട് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം?
പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് അതിന് വിധേയപ്പെട്ട് ജഡത്തെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം, കൊല്ലണം. ജഡത്തിന്റെ താല്പര്യങ്ങളെ, ഉദ്ദേശങ്ങളെ, രീതികളെ ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ? ഈ പരിശുദ്ധാത്മ ശക്തിയാലും വചനത്തിന്റെ നിറവിനാലും അതിനെന്ത് ചെയ്യണം? അമർച്ച ചെയ്യണം, ഇടിച്ച് പരുവാക്കി കൊല്ലണമായിരുന്നു. ബുദ്ധിമുട്ടല്ലേ? ആ ജഡത്തിന്റെ താല്പര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മുമ്പില് നിൽക്കുന്നത്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ ആകണം, ഇതുപോലെ ആകണം, അവരുടെ പോലെ എന്താ പറയുന്നത്, ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ മുടി വെട്ടണം, മൊബൈൽ മേടിക്കണം, അവരെ പോലെ ആകണം എന്നുള്ള ചിന്ത ആണ് മുമ്പിൽ നിൽക്കുന്നത്. അതിനെ അമർച്ച ചെയ്യണം, അതിനെന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളാരാ ശരിക്കും? 9-ാം വാക്യപ്രകാരം നമ്മളാരാ? മടുത്തോ? മടുത്തോ? ക്ലാസ് മടുത്തോ? മനസ്സിലാവുന്നുണ്ടോ? അതോ ഒളികൂടെ പോവാണോ? 9-ാം വാക്യപ്രകാരം നമ്മളാരാ? ക്രിസ്തുവിനുള്ളവർ അല്ലേ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ആത്മസ്വഭാവമുള്ളവരാണ്, ക്രിസ്തുവിന് ഉള്ളവരാണ്, ക്രിസ്തുവിൻ്റെതാണ്. 9-ാം വാക്യപ്രകാരം അല്ലേ? ഓക്കെ, 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ജീവനാകുന്നു. ഓക്കെ, അപ്പൊ വീണ്ടും ജനനം പ്രാപിച്ചത് എന്തിനാണ്? ഏതിനാണ് നമുക്ക് വീണ്ടും ജനനം കിട്ടിയത്? ആത്മാവിൽ അല്ലേ? നമ്മുടെ ആത്മാവ് എന്തായിരുന്നു? മരിച്ച അവസ്ഥയായിരുന്നു. അതിനെന്ത് കിട്ടി? ജീവൻ കിട്ടി. അതവിടെ 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ആത്മാവിന് എന്ത് കിട്ടി? ക്രിസ്തുവിന് ജീവൻ കിട്ടി. അത് മരിച്ച അവസ്ഥയായിരുന്നു. ആദമിക മരണം അതിനുണ്ടായിരുന്നു. ഏകമനുഷ്യന പാപവും പാപത്താൽ മരണം ഉണ്ടായിരുന്നു. മരിച്ച അവസ്ഥയായിരുന്നു. അതിനെന്ത് കിട്ടി? നീതി, ജീവൻ കിട്ടി, നിത്യജീവൻ കിട്ടി. എന്നാൽ ഈ ശരീരത്തിൽ എന്തുണ്ട്? പാപമുള്ളത് കൊണ്ട് ഈ ശരീരം എന്ത് ചെയ്യും? മരിക്കും. പക്ഷെ ഒരു കാര്യം, അതാണ് 11-ാം വാക്യം. എന്ത്? ക്രിസ്തുവിനെ യേശുവിനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റു ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ ശരീരത്തെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. പക്ഷെ ഇങ്ങനത്തെ ശരീരമല്ല, പാപം വസിക്കാത്ത ഒരു ശരീരത്തിലേക്ക്, കർത്താവിന് ഏതിന് സമാനമായ ശരീരത്തോട് നമ്മൾ എന്ത് ചെയ്യും? അനുരൂപപ്പെടും. അതാണ്. അപ്പോ ഈ 7-ാം അധ്യായത്തിന് നിലവിളികൾ ഒത്തിരായോ? എന്തായിരുന്നു നിലവിളി? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പോൾ ശരീരത്തിൽ വസിച്ച് എനിക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ല. സാധിക്കും. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സാധിക്കും. 2-ാമത്തെ നിലവിളി എന്തായിരുന്നു? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിനുള്ള ഉത്തരവാണ് 11-ാം വാക്യം. ശരീരം മരിക്കും, പക്ഷെ മരണാതീതമായ ഒരു ശരീരം ലഭിക്കും. ആ ശരീരത്തെ യേശുക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യും? പുനർജീവിപ്പിക്കും. മരണത്തിൽ നിന്ന് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം. അപ്പൊ പരാജയത്തിൽ നിന്ന് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം. 12 മുതൽ 17 വരെയുള്ള വാക്യം കൂടെ അത് ആ വിഷയത്തിൽ തന്നെ വരുന്നതാണ്. പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വായിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസ്വഭാവമുള്ളവരല്ല. നമുക്കൊരു പുതിയ സ്വഭാവം കിട്ടി. പുതിയൊരു ജനനത്തിലൂടെ പുതിയ ആളായി നമ്മൾ മാറി. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ എന്ത് ഉത്തരവാദിത്വം. രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടവർ പുതിയ സ്വഭാവമുള്ളവര്, പുതിയ പൊസിഷനിൽ വന്ന ആളുകൾ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആളുകൾ, അവർക്ക് ഒരിക്കലും പാപത്തിൽ തുടരാനായിട്ട്
സാധിക്കുകയില്ല. അവരെന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യും? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, കൊല്ലണം. അതിനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്തുണ്ടോ? അല്ലെങ്കിൽ എന്തുണ്ടോ? നേരെ തിരിച്ചുണ്ടോ? നേരെ ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്ത എന്താ? എവിടെ തുടങ്ങിയ വേദന? സ്ത്രീ നോക്കിയപ്പോ എന്തുണ്ടായി? കാണാൻ ഭംഗിയുള്ളത്. ആണോ? ജഡത്തിന്റെ ചിന്തകളാണ്. കാണാൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും അതില് നോക്കിക്കോ. കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്. കാണാൻ കൺമോഹം, തിന്മാൻ നല്ലത് ജഡമോഹം. പിന്നെ അല്ല, ജീവനത്തിന്റെ പ്രധാനത്തിന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്താ? ദൈവത്തെ പോലെ. പിന്നെ എന്താവും? ദൈവത്തെ പോലെ പ്രതാപം കൂടും. ഇപ്പൊ കിട്ടിയ പ്രതാപം പോരാ, പ്രതാപം കൂടും. കിട്ടിയോ? ഉള്ള പ്രതാപം പോയി. അത് നമ്മൾ താഴത്തെ ഭാഗത്ത് ചിന്തിക്കാൻ പോയിരുന്നു. ഉള്ള പ്രതാപം പോയി, ശരീരത്തിന് കുഴപ്പം വന്നു, എല്ലായിടത്തും തോന്നും പ്രശ്നമാണ്. അപ്പോൾ ജഡത്തിന്റെ ചിന്ത എന്താണ്? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കാം, വചനം തന്നിരിക്കാം. എന്തിനാ? ഈ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കാൻ. അങ്ങനെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഒന്നാമത്തെ ആ ദൈവാത്മാവ് നടക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആരാ ദൈവത്തിന്റെ മക്കൾ? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ഈ രക്ഷിക്കപ്പെട്ടവരാ ദൈവമക്കൾ. അവരെ നടത്താനാണ് ആര് തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ പല കാര്യങ്ങൾ ഇവിടെ, ഉദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 8-ാമത്തെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ എന്തിനാണോ തന്നിരിക്കുന്നത് അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ പഠിപ്പിക്കാതെ, അതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ നൽകിയതിന്റെ ഉദ്ദേശങ്ങളെന്ന് പഠിപ്പിച്ച് ലോകത്തെ വഞ്ചിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞത് പറഞ്ഞു 9-ാം വാക്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളതിന്റെ എന്താ പറയുന്നത് തെളിവായിട്ടും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഏതിനു വേണ്ടി? അന്യഭാഷ പറയാം. പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അന്യഭാഷ എന്നും, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അന്യഭാഷ പറയാൻ വേണ്ടിയിട്ടാണെന്നും ചിന്തിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ വ്യക്തമായി പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്ന എന്തിനാണ്? അതവിടെ പറഞ്ഞു 14-ാം വാക്യം. നടത്തുവാൻ, നയിക്കുവാൻ, ഡയറക്റ്റ് ചെയ്യുവാൻ. കർത്താവ് പറഞ്ഞില്ലേ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന്റെ അതിപ്രധാനമായ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്, വ്യക്തിപരമായി പറഞ്ഞ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാനാണ്? വഴി നടത്താൻ. പാപം നിറഞ്ഞ, പാപ ജഡമുള്ള ഈ ലോകത്തിൽ, പിശാചിന്റെ പ്രവൃത്തികളുള്ള ലോകത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ച് ജഡീക സ്വഭാവങ്ങളെ അമർച്ച ചെയ്ത് ദൈവേഷ്ടപ്രകാരം ദൈവവചനാനുസൃതമായി ജീവിക്കുവാൻ ആ വ്യക്തിയെ ദൈവവചനത്താൽ നിറച്ച് നയിക്കാനാണ് ആരെ നൽകിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നൽകിയിരിക്കുന്നത്. മറ്റുള്ള ഉദ്ദേശങ്ങളൊന്ന് പറയാമോ? ഒന്ന് നമ്മൾ പറഞ്ഞു. 2 അവിടെ പടയെന്ന് പറയണം. അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു എന്താ? അവൻ വന്ന് നിങ്ങളെ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ലോകത്തിന് പൊതുവായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവപുത്രന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവാണ് ഒരാളെ രക്ഷയിലേക്ക്, ദൈവപുത്രനിലേക്ക് എന്ത് ചെയ്യുന്നത്? രക്ഷയ്ക്കായി നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഒരാൾ നിഷേധിക്കാൻ ആ ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, രക്ഷിക്കപ്പെടാൻ കഴിയില്ല. സമം ആ വ്യക്തി എവിടെയായിരിക്കും?
നരകത്തിലായിരിക്കും. അത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അപ്പോൾ രണ്ടാമത്തെ ഉദ്ദേശം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവർക്കാണല്ലോ എന്ത് കൊടുക്കുന്നത്. ഈ 8-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമുക്ക്, ആദ്യദാനമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന ആദ്യദാനം നമുക്ക് നൽകേണ്ട ഉദ്ദേശം ഒന്ന് നമ്മെ നയിക്കാം. 2, വീണ്ടെടുപ്പ് നാളിനായി നമ്മ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കും. മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഷുറൻസ് അല്ലേ? പിന്നെ ഐഡന്റിറ്റി ഉണ്ടോ? മുദ്രയിടുന്ന വഴികൂടെ പോകുന്നവർക്ക് മുദ്രയിടാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രോപ്പർട്ടി മുദ്രയിടാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? സർക്കാരാണ് മുദ്രയാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു അതോറിറ്റിയുടെ മുദ്രയായിരിക്കും, ആണല്ലോ. അപ്പൊ ആ അതോറിറ്റി ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന്, സർക്കാരിനായിരിക്കും ആ വസ്തുവിൽ മേലെ എന്തുള്ളത്? അധികാരമുള്ളത്. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടെടുപ്പ് നാളിനായി അല്ലെ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? വീണ്ടെടുപ്പ് അവനാലല്ലോ നിങ്ങൾക്ക് 4:30 അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് എഫെസ്യർ 1:13 എഴുതിയിരിക്കുന്നത്. അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടയാൾ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവനാണെന്നുള്ള അഷുറൻസ് ആണ്, ഉറപ്പാണ് പരിശുദ്ധാത്മ മുദ്ര എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ഞായറാഴ്ച പാട്ടിൽ നമ്മൾ പാടിയത്. ഇതെങ്ങനെയാ? എന്താണ്? യേശുവേ ഈ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഈ ഭാഗ്യമൻ ആർക്കും എടുക്കാൻ പറ്റുമോ? മറ്റൊരു മനോഹരമായ ഒരു സ്ഥാനത്താണ്, എൻ നാമം മായ്ച്ചു കളവാൻ പിശാചിനാൽ അസാധ്യം. എൻ യേശു ശക്തൻ കാക്കും താൻ യേശു ശക്തൻ കാക്കും തൻ രക്തത്തിൽ. ആരാ കാക്കുന്നത്? നമ്മളല്ലെന്ന്. പിന്നെ ആരാ? യേശു കർത്താവാണ്. അത് 5 നമ്മൾ പഠിച്ച റോമാലേഖനം 5:9-10 വാക്യങ്ങളുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ അവന്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. അവന്റെ പുത്രന്റെ മരണത്താൽ നാം ദൈവത്തോട് നിരന്നുവെങ്കിൽ അവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ജീവനാൽ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമോ? മധ്യസ്ഥ മഹാപൗരത്വം ചെയ്യുകയാണ്, പക്ഷപാതം ചെയ്യുകയാണ്. ആരാ കാക്കുന്നത്? സാഹിബ് പറഞ്ഞ പോലെ കർത്താവാണ് കാക്കുന്നത്, ആ വ്യക്തിയല്ല. ആ വ്യക്തിയെ വീണ്ടും ജനിപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, ഇല്ലേ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനാക്കി. എഫെസ്യരിക്കുന്ന അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റല്ലോ. സ്ഥാനികമായി പൊസിഷണലി നമ്മൾ എന്താ അംഗീകരിച്ച്? ജോൺസൺ മരിച്ചു, ആദമുമായി ബന്ധപ്പെട്ട് ജോൺസൺ മരിച്ചെന്നും ക്രിസ്തുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ നാഥൻ, എൻ്റെ മാസ്റ്റർ, എൻ്റെ ലോർഡ് എന്ന് അംഗീകരിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ മരണാടക്ക പുനരുദ്ധാനത്തോട് എന്ത് ചെയ്തു? ഏകീഭവിച്ചെങ്കിൽ കർത്താവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ പൊസിഷൻ എവിടെയാണ്? സ്വർഗത്തിലാണ്. എൻ്റെ യോഗ്യതയിലല്ല, എൻ്റെ പ്രവൃത്തിയിലല്ല. സ്തോത്രം. അതാണ് അഷ്വറൻസ്. രണ്ടാമത്തെ കാര്യം, 1 നടത്തുവാൻ, 2 എന്നെ എന്നേക്കുമായിട്ട് സൂക്ഷിക്കുന്നത്. മൂന്നാമത്തെ കാര്യം നമ്മളിവിടെ കണ്ടത്, പരിശുദ്ധാത്മാവ് വ്യക്തി എന്ത് ചെയ്യും? ഒടുവിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം എന്തിനാണ്? 1 Corinthians 12:13. 1 Corinthians 12:13 യഹൂദന്മാരെന്ന് യവനന്മാരെന്ന് ദാസന്മാരെ സ്വതന്ത്രര് നാം എല്ലാവരും ശരീരമാകുമാറ് ഏകാത്മാവിനാൽ അങ്ങനെയല്ലേ? ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പറയണേ. നോക്കുന്നില്ലേ? അതൊക്കെയാണ്. ഒരാള് പറഞ്ഞല്ലോ, സ്തോത്രം. നോക്കാതെ പറയുന്നത് ശരിയാണെന്ന് നോക്കാതെ ഒരാൾ പറയുന്നു, നോക്കുന്നവര് പറയുന്നില്ല. അപ്പോ
എല്ലാവരും ഏക ശരീരമാക്കുവാൻ എന്ത് ചെയ്തു? ഏകാത്മാവിനാൽ സ്നാനം നൽകി. ഏകാത്മാവിനെ പാനം ചെയ്ത് പിടിക്കുന്നു എന്നാണ്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്തിനാ? അതെന്നാ നൽകിയ പരിശുദ്ധാത്മ സ്നാനം? ഈ പരിശുദ്ധാത്മ സ്നാനം നടന്നത്, പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ സംഭവമാണ്. നമ്മുടെ വിഷയമല്ലെങ്കിൽ ഇത് പറയേണ്ടി വരും, ഒന്ന് പറയട്ടെ. ഒരു ചരിത്ര സംഭവമാണ്. അതെന്നാ നടന്നത്? അത് പെന്തക്കോസ്ത് നാളിലാണ് നടന്നത്, അല്ലേ? അതെ. കർത്താവിന്റെ മരണം നടന്നത് പെസഹ ദിവസത്തിലാണെങ്കിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നത് ഏതാ? ആദ്യ ഫലക്കത്തെ പെരുന്നാളിലാണെങ്കിൽ, അല്ലേ? അത് 3-ാം ദിവസമാണ് പെസഹ കഴിഞ്ഞ്. അതായത് 1-ാം മാസം 14-ാം തീയതി വൈകിട്ടാണ് നടത്തേണ്ടത് പെസഹ. നിങ്ങൾ ലേവ്യപുസ്തകം 23-ാം അധ്യായം വായിച്ചാൽ മതി. 1-ാം മാസം 14-ാം തീയതി വൈകിട്ടാണ് പെസഹ. 1-ാം മാസം 17-ാം തീയതി ആണിത് ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. അതായത് ആദ്യത്തെ 3 ഉത്സവങ്ങളും 3 പെരുന്നാളുകളും 7 ദിവസത്തിനകത്താണ് നടക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹ പെരുന്നാളും, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാളും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എത്ര ദിവസം? 7 ദിവസം. അതിനകത്ത് തന്നെ ഇത് രണ്ടും വരുന്നത്. ഈ യഹൂദന്മാരുടെ 7 പെരുന്നാൾ, ഇത് വേറെ സബ്ജക്റ്റാണ്, ഞാൻ പെട്ടെന്ന് പറയും. 7 പെരുന്നാളുകളും 3 പ്രാവശ്യം ചെന്നാൽ ഈ 7 പെരുന്നാൾ ഒരുമിച്ച് എന്ത് ചെയ്യാം? ആചരിക്കാം. അങ്ങനെ അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ കർത്താവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും പെസഹയിലൂടെ ആദ്യഫലക്കറ്റയുടെ പെരുന്നാളിലൂടെ എന്ത് ചെയ്തു? നിവൃത്തിയായി. ആ പെരുന്നാളുകൾ കർത്താവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും പൂർത്തിയായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ മുതൽ 50 ദിവസം എണ്ണണം. എന്തിന്? വാരോത്സവം എന്നാണ് അതിന്റെ പേര്, പഴയ നിയമത്തിലെ പേര്. പുതിയ നിയമത്തിലാണ് നമ്മൾ ആ പേര് കാണുന്നത്, പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് കാണുന്നത്. അതിന് കാരണം അന്ന് മുതൽ എത്ര ദിവസം എണ്ണണമെന്നാണ്? 50 ദിവസം. അതിനാണ് ഈ 50 എന്നുള്ളതിനാണ് പെന്തക്കോസ്റ്റ്. 5 പെന്തറ്റൊക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പെന്തറ്റൊക്ക് പഞ്ചഗ്രന്ഥങ്ങൾ, 5 പുസ്തകങ്ങൾക്കാണ് പെന്തറ്റൊക്ക്. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസത്തെ പെരുന്നാൾ. അത് പൂർത്തീകരിച്ചു. കർത്താവ് പറഞ്ഞു എന്താ? ഞാൻ ചെന്ന് എന്ത് ചെയ്യും? ഞാൻ പോകുന്നു നിങ്ങൾക്ക് നന്ന്, ഞാൻ പോകാനാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ ചെന്ന് ആരെ അയക്കും? കാര്യസ്ഥനെ അയക്കും. കർത്താവ് പോയി. എന്നിട്ട് കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു എന്താ? നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി, അപ്പോസ്തല പ്രവൃത്തി 1:4, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ 7 നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്ന ചിന്താഗതി ആ വാക്കിൽ നിന്ന് വന്ന. അങ്ങനെയാണെങ്കിൽ എവിടെ കാത്തിരിക്കണം? യെരൂശലേമിൽ കാത്തിരിക്കണം. യെരൂശലേമിൽ പരിശുദ്ധാത്മാവ് വന്നത് പെന്തക്കോസ്ത് ദിവസത്തിലാണ്. അത് ഓർക്കണം. അതിന് പ്രത്യേകത 50-ാം ദിവസം കൃത്യം ഉയർത്തെഴുന്നേൽപ്പിന് അല്ലെങ്കിൽ ആദ്യഫലക്കറ്റയുടെ പെരുന്നാളിന്റെ അന്ന് മുതൽ എണ്ണി കൃത്യം 50-ാം ദിവസം വാരോത്സവത്തിന് പെന്തക്കോസ്ത് പെരുന്നാളിന് ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ചരിത്ര സംഭവമാണ്. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. അത് എന്ത് ചെയ്യുന്നില്ല? ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന പരിശുദ്ധാത്മ സ്നാനം എന്തിനാണ്? സഭയെ രൂപീകരിക്കാനാണ്. കർത്താവ് പറഞ്ഞു സഭയെ രൂപീകരിക്കാനാണ്. അന്നാണ് ഈ പരിശുദ്ധാത്മാവിനെ അയച്ചത്. അന്ന് പെന്തക്കോസ്ത് ദിവസം എന്താ ആരംഭിച്ചു? സഭ ആരംഭിച്ചു. എന്താ? ഞാൻ എൻ്റെ സഭയെ പണി അന്നാണ് തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ അത് ആരംഭിച്ചു. നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം ഓരോരുത്തരും എന്ത് ചെയ്യും? ഈ സഭയോട് ചേരുന്നു. സഭയിലെ അംഗങ്ങളായി ഈ പരിശുദ്ധാത്മാവിനാൽ നാം എന്ത് ചെയ്യുന്നു? കൂട്ടി ചേർക്കപ്പെടുന്നു. ആത്മസ്നാനം നമുക്ക് ലഭിക്കുന്നു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരുമല്ല. ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച് നാം ആ സഭയോട് എന്ത് ചെയ്യുന്നു? ചേരുന്നു. ആ ചരിത്ര സംഭവത്തിൽ നാം എന്തായിത്തീരുന്നു? പങ്കാളികളായിത്തീരുന്നു. ചില്ലറ കാര്യമാണോ ചെയ്യുന്നത്? ചെറിയ കാര്യമല്ല. നമ്മൾ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച
ആ ദൈവസഭയുടെ ജീവൽ പ്രസ്ഥാനത്തിലെ ഒരു അംഗമായി പരിശുദ്ധാത്മാവിനാൽ നാം എന്ത് ചെയ്യുന്നു? കൂട്ടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മെ നയിക്കാൻ, നമ്മെ പരിശുദ്ധ ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കാൻ, നമ്മെ മുദ്രയിടാൻ, മറ്റൊരു കാര്യം നമ്മെ പഠിപ്പിക്കാൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 14:26 കർത്താവ് പറഞ്ഞതാണ്, അവൻ നിങ്ങളെന്ത് ചെയ്യും? അല്ലല്ല, ഞാൻ നിങ്ങളെ ഉപദേശിച്ചതെല്ലാം നിങ്ങളെന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും, നിങ്ങളെ പഠിപ്പിക്കും. ആ വാക്യം വായിക്കാവോ? നമ്മൾ ആരെങ്കിലും എടുത്തോ? 14:26. നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. നമ്മൾ മനസ്സിലാക്കുന്ന പല സത്യത്തിന് ആര് പഠിപ്പിച്ചതാണ്? ഞാനിവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആര് പഠിപ്പിച്ചതാണ്? പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാ. അത് ഞാൻ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ 90% കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു പറഞ്ഞു, നമ്മൾ വീട്ടിൽ കർഷകരെയും മേശപ്പുറത്തിരുന്ന് പഠിച്ച കാര്യങ്ങളല്ല. 90% കാര്യങ്ങൾ കുളിപ്പിച്ച് നിന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ. അതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മളെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള വ്യക്തികൾ, മരമണ്ടന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒരു സംശയമില്ല. അത് ബുദ്ധിമാന്മാർക്ക് അത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. കർത്താവ് പറഞ്ഞല്ലോ, എന്താ? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് 1 കൊരിന്ത്യർ 2-ാം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വയ്ക്കാം. പിന്നീട് വായിച്ചാൽ എഴുതി വായിച്ചു. അവിടെ പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നിട്ട് 12-ാം വാക്യം പറയുന്നത് അത്ഭുതകരമായ ഒരു വാക്യമാണ്. എന്താ പറയുന്നത്? നമുക്കോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്. കണ്ടോ? പരിശുദ്ധാത്മാവിന് നിസ്സാരമായ കാര്യങ്ങൾ, ലോജിക്കലായ ന്യായമായ കാര്യങ്ങൾ, റീസണിംഗ് ഉള്ള കാര്യങ്ങൾ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ആരും പ്രവർത്തിച്ചില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ, 1 യോഹന്നാൻ 2-ാം വാക്യത്തിൽ പറയുന്നത്, നമുക്ക് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം. അഭിഷേകം എന്തിനാണ്? പഴയ നിയമത്തിൽ അഭിഷേകം എന്തിനാണ്? ഏതാ? പ്രത്യേകമായ ഓരോ ശുശ്രൂഷകൾക്കായിട്ട് സ്ഥാനത്തേക്ക് അവിടെ നിയോഗിക്കുന്നതാണത് അഭിഷേകം. പ്രത്യേകിച്ച് രാജാക്കന്മാര്, പിന്നെ പ്രവാചകന്മാര്, രാജാക്കന്മാരെ കേട്ടവരും പുരോഹിതന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? നിയോഗിക്കുന്നു, അഭിഷേകം ചെയ്യും. ശമൂവേൽ തൈലക്കൊമ്പിൽ തൈലവുമായി ചെന്ന് ദാവീദിനെ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ കാണുന്നത് ശൗലിനെ അഭിഷേകം ചെയ്തു, പിന്നീട് ദാവീദിനെ അഭിഷേകം ചെയ്തു. അതിന്റെ രാജാവായിട്ട് പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഏലിയാവ്, എലീശയും മറ്റുള്ളവരെയൊക്കെ അഭിഷേകം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പുരോഹിതനായിട്ട് മോശ, അഹരോനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളാരാ? നമ്മളിത് മൂന്നുമാണ്. രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം തന്നെ നമ്മൾ പ്രവാചകന്മാരുമാണ്. പ്രവാചക ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. നമ്മളത് പഠിക്കും, 12-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നിയോഗിച്ചിരിക്കുക. പുരോഹിത പുതിയ നിയമത്തിൽ എല്ലാവരും ആരാ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാവരും ആരാ? രാജകീയ പുരോഹിത വർഗമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വായിച്ചു. അവിടെ പറയുന്നത് നമ്മൾ ആരാ? രാജകീയ പുരോഹിത വർഗം. അവിടെ എനിക്ക് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും
ജീവനുള്ള കല്ലുകൾ എന്ന പോലെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് ആത്മീക യാഗം അർപ്പിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. മിനിസോര ഉണ്ടല്ലോ 2:4, 1 പത്രോസ് 2:4 കണ്ടില്ലേ? ആ നമ്മളാരായി വിശുദ്ധ പുരോഹിത വർഗമായി നമ്മളെ ഞായറാഴ്ച വന്ന് യാഗം അർപ്പിക്കുമ്പോഴേ അത് ദൈവം സ്വീകരിക്കുന്ന എന്തുകൊണ്ട്? നമ്മളാരാ? വിശുദ്ധ പുരോഹിത വർഗം. കർത്താവ് ആരാ? മഹാപുരോഹിതനോ. സ്തോത്രം. കർത്താവ് മഹാപുരോഹിതനും നമ്മൾ വിശുദ്ധ പുരോഹിത വർഗമാണ്. ഇതെങ്ങനെ കിട്ടിയ ഈ പൗരോഹിത്യം? പരിശുദ്ധാത്മാഭിഷേകത്താണ് കിട്ടിയത്. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്നതല്ല. എന്തൊരു ദുരന്തമാണെന്ന് തോന്നുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസന്നിധി ശുശ്രൂഷകൾ ചെയ്യുവാനുമായി നമ്മെ നിയോഗിക്കുവാനുള്ള നിയോഗമാണ് പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം. അത് രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്കും ലഭിച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകമായിട്ട് കൊടുക്കുന്നതല്ല. പുതിയ നിയമത്തിൽ എല്ലാവരും ആണെന്ന്. പഴയ നിയമത്തിൽ അല്ലായിരുന്നു. പുതിയ നിയമത്തിൽ എല്ലാവരും ആണ്. സ്തോത്രം. അപ്പൊ അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്നതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ. അപ്പൊ ഏതൊക്കെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, പറഞ്ഞു. നയിക്കാൻ, നമ്മളെ വഴി നടത്തുവാൻ, ഏതാ ഉറപ്പ് നൽകുവാൻ, നമ്മളെ മുദ്രയിടുന്നു. 3 നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം നൽകുന്നു. ഞാൻ പറഞ്ഞ ഓർഡറിൽ ഒന്ന് പറയാം. 1 നമ്മെ നയിക്കുന്നു, വഴി നടത്തുന്നു. 2 നമ്മെ മുദ്രയിടുന്നു. 3 പരിശുദ്ധാത്മ സ്നാനം നൽകുന്നു, സഭയായി ഒന്നായി തീർക്കുവാനായിട്ട്. 3 നമ്മെ പഠിപ്പിക്കുന്നു. ഓക്കെ. 5 അഭിഷേകം ചെയ്യും. ഓക്കെ. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു. 11-ാം വാക്യം, 8-ാം അധ്യായം 11-ാം വാക്യം പ്രകാരം നമ്മൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 14-ാം വാക്യം നമ്മൾ വായിച്ചത് 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ. ഒരാളുടെ എല്ലാവരും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഇല്ല. ആരുടെ കേൾക്കുന്നത്? ആരുടെ പ്രാർത്ഥന കേൾക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര പോയപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് സഹോദരിമാരൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങനെ യാത്ര പോകാനുള്ള എന്തെങ്കിലും വിഷയം സംസാരിക്കാമെന്ന് ഞാൻ ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ കൂട്ടാ? എന്തിനാ പ്രാർത്ഥിക്കാൻ? അപ്പോൾ കഴിഞ്ഞ പലപ്പോഴും നമ്മുടെ ഈ അടിസ്ഥാന തത്വത്തിൽ മനസ്സിലായില്ലെങ്കിൽ ഇതെല്ലാം ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാണ് ദൈവം കേൾക്കുള്ളൂ, മനുഷ്യരൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചാൽ കേൾക്കും. പൊതുവെ ആളുകളുടെ ചിന്ത അതാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഇനി പ്രാർത്ഥിക്കാത്തവർ ജീവിക്കുന്നില്ലേ? ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ജീവിക്കുന്നുണ്ടോ? അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് യഹോവ എല്ലാവർക്കും, ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ച് ദൈവം എല്ലാവർക്കും ആരാ? നമ്മൾ റോമാലേഖനത്തിൽ അതല്ലേ പഠിച്ചത്? ദൈവത്തിന് ആരോടും എന്തില്ല? മുഖപക്ഷം ഇല്ല. ദൈവം എല്ലാവർക്കും മഴയും വേർപ്പിക്കുന്നുണ്ട്, ഒതുപ്പിക്കുന്നുണ്ട്. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. നീ എന്നെ ദൈവത്തിൽ വിശ്വസിക്കില്ലല്ലേ? നീ നിരീശ്വരവാദിയല്ലേ? നിനക്ക് എന്താ ജീവശാസ്ത്രമില്ല, ഓക്സിജനില്ല, അങ്ങനെയുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ. ഇത് നമ്മൾ ഗലാത്യലേഖനം 4:7 നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ബന്ധം വന്നു. അവിടെ മനുഷ്യനും ദൈവം എന്നുള്ള ബന്ധം. ഇവിടെ ആരാ? അപ്പനും മക്കളും.
ആ പിതാവും മക്കളും എന്നുള്ള ബന്ധത്തിലേക്ക് വന്നു. ഇപ്പൊ നമ്മള് വിനസോറിനൊരു അപ്പനാ, അയൽവക്കത്തെ പിള്ളേര് വന്ന് ചോക്ലേറ്റ് ചോദിച്ചു നമ്മൾ കൊടുക്കത്തില്ല, കൊടുക്കും. ആരോട് നമ്മൾ ദൈവത്തിന്റെ സ്വഭാവ ഗുണം അനുസരിച്ച് ദൈവം ആരോടും എന്ത് ചെയ്യുന്നില്ല, ദോഷമായിട്ട് ആർക്കൊന്നും ചെയ്യുന്നില്ല. പാപത്തെ ദൈവം ശിക്ഷിക്കും, അതിനെ യാതൊരു സംശയമില്ല. അത് ഒഴിച്ചാൽ ദൈവം ആർക്കും ഒരു ദോഷവും ദൈവത്തിന് മുഖർഷവും ഇല്ല. എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തിൽ വിശ്വസിച്ചവർ ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ അവർ ദൈവമായിട്ടുള്ള അഭേദ്യമായ അവിഛിന്നമായ നിത്യമായ ബന്ധത്തിലേക്ക് വന്നുകൊണ്ട് അവർക്ക് ദൈവമായിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. ദൈവമായിട്ട് എന്ത് ചെയ്യാം, ആ സംസാരിക്കാനായിട്ടുള്ള ഒരു മാധ്യമമാണ് ആര്? പരിശുദ്ധാത്മാവ്. 26-ാം വാക്യം നമ്മളത് വായിക്കുന്നുണ്ട്. ആരോടാണ്, അതുകൂടെ പറഞ്ഞു നിർത്താം, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവ്. ഈ വിരലിന്റെ ഉയരം വെച്ച് ചിന്തിക്കരുത്, ഒരേ ഉയരത്തിൽ ചിന്തിച്ചാൽ മതി. പിതാവ്. അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിതാവ് വലുതും പുത്രൻ ചെറുതാണെന്ന് ചിന്തിക്കരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവ്. ഉറപ്പാണല്ലോ. ആരിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്? ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? പുത്രന്റെ നാമത്തിൽ. വാക്യമുണ്ടല്ലോ, വാക്യമുണ്ടല്ലോ, ഉണ്ട്. ആ ഓക്കെ, വെറുതെ പറയല്ലോ, ബാക്കിയുണ്ട്. ഇനി ആരിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ്. ഇതാണ് വചനത്തിന്റെ പ്രമാണം. തിരുവഴുത്തിന്റെ പ്രമാണം പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തിരുവഴുത്തിന്റെ പ്രമാണം. അതൊഴിയുള്ള ഒരു പ്രാർത്ഥനയും ദൈവം ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. എത്ര നല്ലവരാണെന്ന് പറയുന്നവരുടെ പേരിൽ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം സ്വർഗത്തിനും ഭൂമിക്കും നടുവിലുള്ള ഒരേ ഒരു നാമം, ഒരേ ഒരു മധ്യസ്ഥൻ. മധ്യസ്ഥൻ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളുണ്ട്. BSI ബൈബിളിൽ ഒരു സ്ഥലത്ത് അത് പറഞ്ഞിട്ടുള്ളെങ്കിലും പല സ്ഥലത്തും അതുണ്ട്. പുതിയ നിയമത്തിൽ BSI ബൈബിളിൽ ധാരാളം പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരേ ഒരു മധ്യസ്ഥൻ ആരാണ്? ആ പേര്, സ്വർഗം സ്വീകരിക്കുന്ന പേര് പുത്രന്റെ യേശുക്രിസ്തു എന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനകളാണ് സ്വർഗം സ്വീകരിക്കുന്നത്. നമ്മളാണ് പ്രാർത്ഥിക്കുന്നവരും ആ ത്രിയേക ദൈവത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നതും ആകെയാണ്. ഒരു കുറവ് നമുക്കുള്ളൂ. എന്താ കുറവ്? പ്രാർത്ഥിക്കുന്നില്ല. ഇതൊക്കെ അറിയാം, ഇതെല്ലാം അങ്ങനെ തന്നെ സ്വീകരിക്കുന്നവരും ആത്മസ്വഭാവമുള്ളവരായി തീരുന്നവരുമാണ്. ഇത് ചെയ്താൽ മതി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.